ഹായ്, ഞാൻ സലു. ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ്. വിയറ്റ്നാംകാരിയായ ഡുവാൻ നുവാനിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാം സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് USA ടെക്സാസിലാണ്. 3 കുട്ടികളാണുള്ളത്. അതുപോലെ തന്നെ ഹൗസ് വൈഫാണ്. മാം വളരെ മനോഹരമായിട്ട് പെയിൻറ്റ് ചെയ്യാറുണ്ട്. ടെറാക്കോട്ട പോട്ട്സിലാണ് ഏറ്റവും കൂടുതൽ പെയിൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാമിന് ഇതൊരു ഹോബി മാത്രമല്ല, ഇതൊരു വരുമാന മാർഗവും കൂടിയാണ്. വാൾ പെയിൻറ്റിങ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. എല്ലാം അക്രിലിക്കിലാണ് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിലും പഴയ പോട്ട്സൊക്കെ കുറച്ചും കൂടെ ഭംഗിയാക്കി വെക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമാകും. ഒരുപാട് വലിയ പടം വരയ്ക്കാനൊന്നും അറിഞ്ഞൂടാത്ത ആൾക്ക് പോലും ഇത് കാണുമ്പം കുറച്ചൊക്കെ ഒരു ഐഡിയാസ് കിട്ടും. അതുപോലെ തന്നെ നീറ്റായിട്ട് മാം ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അക്രിലിക് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് 2-3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ ഒരു പോട്ട്, ടെറാക്കോട്ട പോട്ട് എടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് അതിൻ്റെ സർഫസ് നന്നായിട്ട് സാൻഡ് പേപ്പർ വെച്ച് ഉരച്ച് നല്ലതുപോലെ സർഫസൊക്കെ നല്ല സ്മൂത്ത് ആക്കിയതിന് ശേഷം മാത്രമേ അക്രിലിക് പെയിൻറ്റിങ് ചെയ്യാവൂ. അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് പൂക്കാതെ നിൽക്കുന്ന ഒരു ഹോയ പ്ലാന്റ് ഉണ്ട്. ആ ഹോയ പ്ലാന്റ് ഒരിക്കലും പൂക്കാത്തത് കാരണം മാം തന്നെ ഇത് പെയിൻറ്റ് ചെയ്ത് പൂക്കളെല്ലാം പെയിൻറ്റ് ചെയ്തെടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞ മാഡം. മാഡം പറയുന്നത് മാഡത്തിന് ഗാർഡനിങ്ങും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങും ഒരുപോലെ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിന് മാഡത്തിന് വളരെ തീരെ ചെറിയ 3 കുട്ടികളാണുള്ളത്. എന്നിരുന്നാൽ പോലും ഇതിനു വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തി എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പം മാഡം തന്നെ പറയുകയാണ്, നമുക്ക് പലപ്പോഴും സമയം ഒരുപാട് കിട്ടാറുണ്ട്, പക്ഷെ നമ്മളാരും വേണ്ട രീതിയിൽ നമ്മളത് യൂട്ടിലൈസ് ചെയ്യാറില്ല. നമ്മൾക്ക് ഫാമിലി മെമ്പേഴ്സിൻ്റെയും ബാക്കി എല്ലാവരുടെയും കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. മാമിന് ഒരു ഇൻസ്റ്റഗ്രാം പേജുണ്ട്. ഹെഡ് പ്ലാന്റർ എന്നാണ് പേര്. ഹെഡ് പ്ലാന്റർ വഴിയാണ് കൂടുതലും സെയിൽ നടക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പോട്ട് പെയിൻറ്റിങ് ഡിസൈൻസ് കാണാൻ സാധിക്കും. ഈ പ്ലാന്റ് വന്നിട്ട് ഹോയ കൊർണാസ കോമ്പാക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇതിന് ഹിന്ദു റോക്ക് പ്ലാന്റ് എന്ന പേരുമുണ്ട്. ഇത് നമ്മൾക്ക് ഇൻഡോർ വെക്കാനായിട്ട് ഏറ്റവും നല്ലൊരു പ്ലാന്റും കൂടെയാണ്. ഇങ്ങനെ ചുരുണ്ട കേളി ഹെയർസ് പോലെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ഫേസൊക്കെ വരയ്ക്കുവാണെങ്കിൽ ഈ ഒരു പ്ലാന്റിൻ്റെ ഇതിൽ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇത് മാമിൻ്റെ ഡൈനിങ് ഏരിയയുടെ പാർട്ടാണ്. ഇവിടെ എല്ലാം വിൻഡോ സൈഡിലെല്ലാം തന്നെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇത് മാം വരച്ച വേറൊരു പെയിൻറ്റിംഗ് ആണ്. മാമിൻ്റെ ഗാർഡനിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നതും ഹോയ പ്ലാന്റ്സ് ആണ്. മാമിന് അതിൻ്റെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ കിടക്കുന്നത് വളരെ ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. മാമിന് പിന്നീട് ഏറ്റവും ഇഷ്ടമുള്ളത് സെക്കുലൻസ് ആണ്. ചെറിയ ചെറിയ പോട്ട്സിൽ ഒരുപാട് കളക്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ പല പ്ലാന്റ്സും ടോക്സിക് ആയിട്ടുള്ളത് കാരണം പലപ്പോഴും ഇതെല്ലാം ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. അവരുടെ കൈയെത്താത്ത ദൂരത്താണ് എല്ലാം ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. ഇത് മാം വരച്ച വേറൊരു പോട്ട് പെയിൻറ്റിംഗ് ആണ്.
ഫിലോഡെൻഡ്രോൺ പോലത്തുള്ള ചെടികൾ നമ്മൾ വീട്ടിൽ വെക്കുമ്പോഴത്തേക്ക് അത് കുട്ടികൾ കഴിച്ചു കഴിഞ്ഞാൽ മൗത്ത് ബേണിങ് അതുപോലെ തന്നെ ടങ് സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം ഇങ്ങനത്തെ സ്റ്റാൻഡുകളുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കുറച്ച് പൊക്കത്തിൽ ഹാങ് ചെയ്തിടാൻ പറ്റുന്നതാണ്. ഇതെല്ലാം മാം വരച്ചിരിക്കുന്ന പെയിൻറ്റിങ്സ് ആണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സപ്പോർട്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് കൂടുതൽ വീഡിയോസ് ഇടാൻ സാധിക്കത്തുള്ളൂ. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജും അതുപോലെ ഫേസ്ബുക്ക് പേജ് ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നിങ്ങളുടെ മനോഹരമായിട്ടുള്ള ഗാർഡൻ എൻ്റെ വീഡിയോസിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലോ മെസ്സേജ് അയക്കാവുന്നതാണ്. ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. നമ്മളുടെ ഈ ചെറിയ ചാനൽ 30,000 സബ്സ്ക്രൈബേഴ്സുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഇപ്പോൾ 1 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. എന്നോടൊപ്പം ഇതുവരെയും ഓരോ ചുവടുകൾ വെക്കുമ്പോഴും നിങ്ങളൊപ്പം കൂടെ ഉണ്ടായിരുന്നു. ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവർക്കും ഈ 30,000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.